നമസ്കാരം. +2 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നോക്കുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. മുന്നത്തെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോസിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെയും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഇക്വേഷൻസും നോക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും അതിൻ്റെ വെയിറ്റേജും അതുപോലെ തന്നെ അതിലെ ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് പഠിക്കേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതൊരു തിയറിറ്റിക്കലായിട്ട് പറയുന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W/Q ആണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഈ W/Q വരുന്ന ഇക്വേഷൻ തന്നെ ഇയും വിയും നമ്മളുടെ റിലേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന് പറയുന്ന വാല്യൂ 1/4πε0 Q/R എന്നാണ് വരുന്നത്. ഇത് നമ്മളൊരു ഡെറിവേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഡെറിവേഷൻ ഒന്ന് നോക്കേണ്ടതാണ്. ആ ഡെറിവേഷൻ പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇയും അതുപോലെ തന്നെ വിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു Q/R² ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനെ നിങ്ങളൊരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വി കിട്ടും. അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ V/R, അല്ലെങ്കിൽ നോർമലി നമ്മൾ എഴുതുന്നത് -dV/dR എന്നാണ് പറയുന്നത്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നാണ് ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്നത്. സോ അതൊന്ന് പഠിച്ചു വെക്കുക. കൂടുതലും സിസ്റ്റം ഓഫ് ചാർജസ്, അത് മൾട്ടിപ്പിൾ ചാർജസ് വന്നിട്ട് അതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിരിക്കും പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരേ പൊട്ടൻഷ്യലുള്ള സർഫസിനെയാണ് വിളിക്കുന്നത്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ 0 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഉണ്ട്. ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ വീഡിയോസ് പറഞ്ഞായിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെയും ഇതുപോലെ തന്നെ ആക്സിയൽ, ഇക്വറ്റോറിയലൊക്കെ ഉണ്ട്. ആക്സിയൽ വരുമ്പോൾ 1/4πε0 P/R² എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതേസമയം ഇക്വറ്റോറിയൽ 0 ആണ്. ഇക്വറ്റോറിയലിന് വാല്യൂ ഇല്ല. ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ നിങ്ങൾ എഴുതുവാണെങ്കിൽ 1/4πε0 P cos θ/R² എന്ന് എഴുതാം. ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ മറന്നിച്ച് ആക്സിയൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം തീറ്റ 0 ആവും. അപ്പോൾ cos 0 1 ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഇക്വറ്റോറിയൽ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി വരും. അപ്പോൾ അത് 0 ആവും. സോ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഏത് ആംഗിൾ വന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും.